السلام عليكم ورحمة الله. بسم الله. الحمد لله. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. اتقوا الله عباد الله. സ്നേഹനിധികളായ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ ശ്രോതാക്കളെ, നമ്മെ സൃഷ്ടിച്ചു വളർത്തിയും നമുക്ക് ഇവിടെ ജീവിക്കുവാൻ ആവശ്യമായ ആകാശഭൂമികളും അതിലുള്ള സർവ്വവസ്തുക്കളും ഒരുക്കുകയും നമ്മുടെ സംരക്ഷണത്തിന് ആവശ്യമായ നമുക്കറിയുന്നതും അറിയാത്തതുമായ എല്ലാ മാർഗങ്ങളിലൂടെയും നമ്മളെ വളർത്തിക്കൊണ്ട് വരികയും പിന്നീട് നമ്മളെ മരിപ്പിക്കുകയും പിന്നീട് നമ്മെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യുന്ന ആരാധനകർഹനും അത്യുത്തമമായ നാമഗുണവിശേഷങ്ങളുടെ ഉടമസ്ഥനുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുള്ള ജീവിതത്തിൻ്റെ നാനാഭാഗങ്ങളിലും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ആദ്യമായി ബലവത്തായി വസിയത്ത് ചെയ്യുന്നു. സൂചിച്ച് നരകാഗ്നിയിലും അകറ്റപ്പെട്ട് വിചാരം കൂടാതെ തന്നെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ മഹാഭാഗ്യവന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനായി വിശുദ്ധ ഖുർആൻ അർത്ഥത്തോടുകൂടി വായിച്ച് പഠിച്ച് അതിൻ്റെ തഫ്സീറുകളും പഠിച്ചറിഞ്ഞ്, അതായത് വിശുദ്ധ ഖുർആനിന് തഫ്സീർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു വഹി മുഖേന അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്നി ഊതിയത്തുൽ ഖുർആന മിസ്ലു മഅഹു, എനിക്ക് വിശുദ്ധ ഖുർആനും അത്ര തന്നെ വേറെയും അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം അത് വിശുദ്ധ ഖുർആൻ തഫ്സീറാണ്, അതും പഠിച്ചറിയണം. അതല്ലാതെ വിശുദ്ധ ഖുർആനിന് പലരും തഫ്സീറുകൾ എഴുതിയിട്ടുണ്ട്. അറബി ആണ് എന്ന് കരുതി നമുക്ക് എന്തല്ല ഖുർആനോ ഹദീസോ പിൻബലത്തോട് ഉള്ളതല്ലാതെ ഒരു തഫ്സീറുകളും നമ്മൾ സത്യമായി അംഗീകരിക്കാൻ പാടുള്ളതല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പോലും സഹിയാണോ എന്ന് പരിശോധിച്ചാണല്ലോ നാം സ്വീകരിക്കുന്നത്. എങ്കിൽ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം അറബി ഭാഷയിൽ നൈപുണ്യം നേടിയ പണ്ഡിതന്മാർ അവരിഷ്ടത്തിന് പല അഭിപ്രായങ്ങളും എഴുതി വെച്ച് കാണും. അതൊന്നും എന്ത് ചെയ്യേണ്ടതില്ല, നാം സ്വീകരിക്കേണ്ടതില്ല. അതൊന്നും അള്ളാഹുവിൻ്റെ മുമ്പിൽ നമുക്ക് തെളിവുകളായി ഹാജരാക്കപ്പെടുവാൻ സാധിക്കുകയില്ല. പരിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണം ഒരു ആയത്തിനെ അള്ളാഹു തആല മറ്റൊരായത്ത് കൊണ്ട് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഒരു ആയത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസുകളിലൂടെ സുന്നത്തുകളിലൂടെ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അതായിരിക്കണം ഇൽമ്, അതല്ലാത്ത മറ്റൊരു ഇൽമും ഇല്ല. അത് ഖുർആനും ഹദീസുമാണ് ഇൽമ്. അത് ആണ് നമ്മൾ പഠിച്ചറിയേണ്ടത്. അതെന്ത് ചെയ്യണം, നമ്മൾ മറ്റുള്ളവർ പഠിപ്പിച്ചു കൊടുക്കുകയും വേണം. അത് നാളെ ഖബറിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. വിചാരണ വേളയിലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ബോധത്തോടു കൂടി ഖുർആൻ വായിച്ചു പഠിക്കുവാനുള്ള കൽപ്പനയാണ് അള്ളാഹു ആദ്യം തന്നെ അവതരിപ്പിക്കപ്പെട്ടത് എന്നുള്ള ബോധം നമുക്കുണ്ടായി. അങ്ങനെ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. എങ്കിലേ നമുക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ജീവിച്ച് മരിച്ച് ഈ നരകാഗ്നിയിലും അകറ്റപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അത് നമ്മൾ ഓരോരുത്തർക്കും നമ്മളെ സ്വന്തം ശരീരം കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കേണ്ട ഒരു മഹത്തായ ഒരു അനുഗ്രഹമാണത്. ആ അനുഗ്രഹമാണ് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു തആല ധാരാളമായ അനുഗ്രഹങ്ങൾ നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. സമ്പത്ത് നൽകിയിട്ടുണ്ട്, ആരോഗ്യം നൽകിയിട്ടുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ, വായു, വെള്ളം ഒക്കെ നൽകിയിട്ടുണ്ട്. ധാരാളമായ അനുഗ്രഹങ്ങൾ അള്ളാഹു നമ്മൾക്ക് നൽകിയിട്ടുണ്ട്.
അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് തിരിച്ചറിവിന് വേണ്ടിയിട്ട് ഇരട്ടിയിലൂടെ നടക്കുന്നവർക്ക് ഒരു ടോർച്ച് തന്ന മാതിരി, അതായത് നമുക്ക് വെളിച്ചത്തോടു കൂടി ജീവിക്കാൻ, പരലോക രക്ഷയ്ക്ക് വേണ്ടിയിട്ട് രാത്രിയിൽ ഇരുട്ടിലൂടെ നമ്മൾ നടക്കുമ്പോൾ ഒരു വെളിച്ചം നമുക്ക് കൈവശമുണ്ടെങ്കിൽ, ടോർച്ച് ഉണ്ടെങ്കിൽ അത് ഞെക്കി നമ്മൾ വെളിച്ചം കാണുന്നു, നമ്മൾ വഴി വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്നു. എന്ന പോലെ ഇരുട്ടിനകറ്റി വെളിച്ചം കൊണ്ട് തരുന്ന പരിശുദ്ധ ഖുർആൻ അതിൻ്റെ ഈ അർത്ഥത്തോട് വായിച്ച് പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് വെളിച്ചമുണ്ടാവുകയുള്ളൂ. അത് തഫ്സീർ പഠിക്കുമ്പോഴേ നമുക്ക് വെളിച്ചമുണ്ടാവുകയുള്ളൂ. അങ്ങനെ വെളിച്ചത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി അല്ലാഹു തആല നമുക്ക് അവതരിപ്പിച്ചെന്ന ആ മഹത്തായ ഒരു സൗഭാഗ്യമാണ് അത്. ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളെ വെച്ചിട്ട് ഏറ്റവും അത്യുത്തമായ അനുഗ്രഹം പരിശുദ്ധ ഖുർആനാവുന്നു. ആ പരിശുദ്ധ ഖുർആൻ ഹദീസുമാവുന്നു. ആ പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് എങ്ങനെയാണോ നമ്മൾ ജീവിതം ചിട്ടപ്പെടുത്തേണ്ടത് എന്ന് പഠിപ്പിച്ചു തരുവാൻ വേണ്ടിയാണ് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനെ നിയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ പരിശുദ്ധ ഖുർആനും അത് പ്രകാരം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തരുവാൻ അയച്ചു തന്ന നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ ആ പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് എങ്ങനെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ജീവിക്കുവാൻ വേണ്ടി നമുക്ക് മാതൃക കാണിച്ചു തന്നു. ആ മാതൃകകൾ അതും അല്ലാഹു നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹമാണ്. ആ അനുഗ്രഹങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഖുർആൻ പഠിച്ചറിയണം, ഹദീസ് പഠിച്ചറിയണം. എങ്കിൽ മാത്രമാണ് നമുക്ക് യഥാർത്ഥ ലക്ഷ്യത്തിൽ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഞാൻ വിഷയത്തിലേക്ക് വരുന്നത്. ഇൻഷാ അല്ലാഹ് അതിനായി പരിശുദ്ധ ഖുർആൻ ഒരു ആയത്ത് നിങ്ങൾ ശ്രദ്ധയിൽ ഞാൻ ആദ്യമായി പെടുത്തുന്നു. പറയുവാനും കേൾക്കുവാനും അതേപോലെ ഉൾക്കൊള്ളുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് മാറട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ് ഇന്നല്ലാഹ സമീഉൻ അലീം. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി, അല്ലാഹുവിൻ്റെയും അല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെയും നിങ്ങൾ മുൻകടന്ന് യാതൊന്നും പ്രവർത്തിക്കരുത്. അല്ലാഹുവിൻ്റെ നിയമത്തെ, അല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ നിയമത്തെ മുൻകടന്നുകൊണ്ട് സ്വന്തമായ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കി ഹറാമായ കാര്യങ്ങൾ ഹലാലാക്കി, ഹറാമായ കാര്യങ്ങൾ ഹലാലാക്കി, ഹലാലായ കാര്യങ്ങൾ ഹറാമാക്കി എന്ത് ചെയ്യരുത്? നിങ്ങൾ ജീവൻ ചിട്ടപ്പെടുത്തരുത്, മുൻകടക്കരുത്. അല്ലാഹു തആല ഏതാണ് ഹറാമാക്കി തന്നു അത് ഹറാമായി തന്നെ മനസ്സിലാക്കുക. ഹലാലായിക്ക് തന്ന കാര്യം ഏതോ അത് ഹലായി തന്നെ നമ്മൾ എന്ത് ചെയ്യണം? സ്വീകരിക്കുക. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി ജീവിക്കുക. നബി സാഹിബ് ചോദിച്ച മാർഗം, പൂർവ്വ സമൂഹം 72 പിരിഞ്ഞു, എൻ്റെ സമൂഹം 73 പിരിയും എന്ന് പറയുണ്ടായി. മുഴുവനും നരകത്തിലാണ്. ഇല്ല മില്ലത്ത് വാഹിദ, ഒരു മില്ലത്ത് ഒഴികെ, ഒരു വിഭാഗം ഒഴികെ. ആരാണ് ചോദിച്ചപ്പോൾ മാ അന അലൈഹി വസഹബി, ഞാനും എൻ്റെ സഹാബത്ത് ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം എന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിജയികളുടെ മാർഗമായി നമുക്ക് പഠിപ്പിച്ചത്. അപ്പോൾ 72 സംഘം നരകത്തിലാണ് എന്ന് പറയുമ്പോൾ അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹം തന്നെ. അവരൊക്കെ നമസ്കരിക്കുന്നവരാണ്. അതൊക്കെയുള്ള നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ നമസ്കരിക്കുന്ന 73 കൂട്ടക്കാരിൽ ഒരു കൂട്ടം മാത്രമാണ് സ്വർഗത്തിലേക്ക്. അവരുടെ ലക്ഷണം മാ അന അലൈഹി വസഹബി, ഞാനും എൻ്റെ സഹാബത്തും ഏതൊരു മാർഗം ആ മാർഗം. അതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ആ മാർഗമായിരിക്കണം നാം പഠിച്ചറിയേണ്ടത്. അതാണ് നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്. അതാണ് നമ്മൾ മറ്റുള്ളവർ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അതിന് ഇല്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നമുക്ക് കൊണ്ടുവരാൻ പാടില്ല. ഉള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കാനും പാടില്ല. അങ്ങനെ ചെയ്തവരായിരുന്നു ആര്? യഹൂദികളും നസ്രാണികളും. അതാണ് ഗൈറിൽ മഗ്ദൂബി അലൈഹിം, കോപ്പിക്കപ്പെട്ട പാതയിലുമല്ല എന്ന് ഫാത്തിഹ ഓതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആവർത്തിക്കപ്പെടുന്നത്. അവരെന്ത് വെട്ടിച്ചുരുക്കി കൂട്ടിച്ചേർത്തു. ആ വെട്ടിച്ചുരുക്കാനോ കൂട്ടിച്ചേർക്കാനോ പാടില്ലാതെ എപ്രകാരമാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
വിശുദ്ധ ഖുർആൻ ഓതിക്കേൽപ്പിച്ചുകൊണ്ട് അതിന് തഫ്സീറായും കൊണ്ട് നമുക്ക് മാതൃകയായി പഠിപ്പിച്ചു. അവിടെ നിൽക്കുക. അല്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ മുൻകടന്നൊന്നും ചെയ്യാൻ പാടില്ല. അതാണ് അല്ലാഹു തആല സത്യവിശ്വാസികൾ വിളിച്ചുകൊണ്ട് ഈ ആയത്തിലൂടെ നമ്മൾ നൽകുന്ന ഒന്നാമത്തെ ആയത്തിലൂടെ നിങ്ങൾ ഒന്നാമത്തെ ഉപദേശം. ലാ തുഖദ്ദിമൂ, നിങ്ങൾ മുൻകടന്നൊന്നും പ്രവർത്തിക്കരുത് ബൈനയദില്ലാഹി റസൂലിഹി, അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കും മുമ്പിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, മുൻകടന്നും പ്രവർത്തിക്കരുത്. എപ്രകാരമാണോ പഠിപ്പിച്ചിരുന്ന അപ്രകാരം എന്ത് ചെയ്യണം, മാത്രമേ നിങ്ങൾ പ്രവർത്തിക്കാവൂ. നല്ലത് എന്ന് കരുതി നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ചെയ്യാൻ പാടുള്ളതല്ല. കുറവാക്കി ചെയ്യാനും പാടില്ല, കൂട്ടി ചെയ്യാനും പാടില്ല. വത്തഖുല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കണം, ആ കൽപ്പനകൾ സൂക്ഷിക്കണം. അതെങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിക്കുക? ഉമയ്യത്തി റസൂല ഫഖദ് അതാ അല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പ്രാപ്തമാക്കുക. ഉമയ്യത്തി റസൂല ഫഖദ് അതാ അല്ലാഹ്, അള്ളാഹ് ആരെങ്കിലും റസൂലിനെ അനുസരിച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിനെ എന്ത് ചെയ്തോ, അനുസരിച്ചു. അപ്പോൾ അള്ളാഹുവിനെയും അള്ളാഹ് റസൂലിനെയും നിങ്ങൾ എന്ത് ചെയ്യുക, അനുസരിക്കുക എന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനെ നമ്മൾ അനുസരിച്ച് കഴിഞ്ഞാൽ എന്തായി, രണ്ടുമായി. അള്ളാഹുവിനെ അനുസരിച്ചു, അള്ളാഹു റസൂലിനും അനുസരിച്ചു. അതിന് വത്തഖുല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ വിരോധിച്ച കാര്യങ്ങൾ പുറമെ ഇട്ട് നിൽക്കുക, നിർബന്ധ കൽപ്പനകൾ പൂർണ്ണ ജീവിതത്തിൽ പ്രാപ്തമാക്കുക, സുന്നത്തായ കർമ്മങ്ങൾ കഴിയുന്നത്ര ജീവിതത്തിൽ കൊണ്ടുവരിക. അതാണ് ഇത്തഖുല്ലാഹ്. ഖുർആനും അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസും ധാരാളമായി നമുക്ക് കാണാം. ഇന്നല്ലാഹ സമീഉൻ അലീം, അല്ലാഹു തആല എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ഈ ഒരു ബോധം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഉണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ഖുതുബകൾ തുടങ്ങുമ്പോഴും വശറൽ ഉമൂരി മുഹ്ദസാതുഹാ എന്ന് ആവർത്തിച്ച് പറയാറുണ്ട്. വശറൽ ഉമൂർ, മതകാര്യങ്ങൾ ഷറായത് മുഹ്ദസാതുഹാ, പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയ കാര്യമാകുന്നു. വകുല്ല മുഹദസൻ ബിദ്അ, എല്ലാ പുതുതായി നിർമ്മിച്ച കാര്യങ്ങളും ബിദ്അത്താവുന്നു. വകുല്ല ബിദ്അൻ വലാല, എല്ലാ ബിദ്അൻ വലാലത്തുമാകുന്നു. വകുല്ല വലാലത്തു ഫിന്നാർ, മറ്റേ ഹദീസിൽ അങ്ങ് ചേർത്തി പറഞ്ഞു എല്ലാ വലാലത്തെ നരകത്തിലുള്ള മാർഗമാകുന്നു എന്ന്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഷിർക്കിൽ എത്തിപ്പെടുക എന്നുള്ളതാണ് വമ്പിച്ച അപകടം. ഷിർക്കോടുകൂടി മരണപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ആർക്കെല്ലാം നമ്മളെ മുസ്ലിമുകളിലുള്ള എല്ലാ കക്ഷികൾക്കും സംശയം ഇല്ലാത്തൊരു കാര്യമാകുന്നു. സമസ്തക്കാരും മുജാഹിദീങ്ങളും ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് പിരിഞ്ഞു പോയവരാണല്ലോ ഈ സമസ്തക്കാരൊക്കെ തന്നെ. ആദ്യം ഇവിടെ ജംഇയ്യത്തുൽ ഉലമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒറ്റ സംഘടന ഉണ്ടായി 100 വർഷങ്ങൾക്ക് മുമ്പ്. ജംഇയ്യത്തുൽ ഉലമയുടെ പ്രമേയം ഖുർആനും ഹദീസും അനുസരിച്ച് ജനങ്ങളെ ഉത്ബോധനം ചെയ്യുക. അതായത് മാ അന അലൈഹി വസഹബി, ഞാനും എൻ്റെ സഹാബത്ത് ചെയ്തൊരു മാർഗത്തിലാണ്. ആ മാർഗം അതാണ്, ആ ഒറ്റ മാർഗമാണ് നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. ആ മാർഗം ഖുർആനും ഹദീസും ഉൾക്കൊണ്ടുകൊണ്ട് നബിയും സാഹിബത്തെ ഉപയോഗിച്ച് മാർഗം ജീവിതത്തിൽ പ്രാപ്തമാക്കുക. അവരാണ് സ്വർഗത്തിന് അവകാശികളെ, വിജയികളെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചല്ലോ. അതായിരുന്നു ജംഇയ്യത്തുൽ ഉലമയുടെ പ്രമേയം. 100 വർഷങ്ങൾക്ക് മുമ്പ് 921 ഇവിടെ ഐക്യസംഘം രൂപീകരിച്ചത്. ഐക്യസംഘം 924 വരെ പ്രവർത്തിച്ചു. പിന്നീട് ആ പ്രമേയം 924 ജംഇയ്യത്തുൽ പ്രമേയം രജിസ്റ്റർ ചെയ്തു, ജംഇയ്യത്തുൽ ഉലമയും രജിസ്റ്റർ ചെയ്തു. അങ്ങനെ പ്രമേയം എന്തായാലും ഒറ്റ പ്രമേയം, നബിയും സഹാബത്തെയും ഉപയോഗിച്ച മാർഗം. ആ മാർഗമായിരുന്നു, ഒറ്റ പ്രമേയമായി കൊണ്ടായിരുന്നു ജംഇയ്യത്തുൽ ഉലമ പ്രഭാവം തുടങ്ങിയത്. ശേഷം 2 വർഷത്തോളം എല്ലാവരും കൂടി ഒരുമിച്ച് പ്രവർത്തിച്ചു. പിന്നീട് 926 നിന്നും ഒരു വിഭാഗം ആളുകൾ സമസ്തക്കാരെന്ത് ചെയ്തു, സമസ്തക്കാർ ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മറ്റൊരു സംഘടന രൂപീകരിച്ചു. ജംഇയ്യത്തുൽ ഉലമ എന്നായിരുന്നു 924 ചെയ്ത സംഘടന പേര്. പിന്നെ 926 സമസ്ത കേരള, ഒരു സമസ്ത എന്ത് ചെയ്തു, മുമ്പിലിട്ട് കൊടുത്തു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, കേരള ജംഇയ്യത്തുൽ ഉലമ KJU ആയിരുന്നു ഒന്നാമത്തെ സംഘടന പേര്, കേരള ജംഇയ്യത്തുൽ ഉലമ. അതിന് മുമ്പ് എന്ത് ചെയ്തു, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ എന്ത് ചെയ്തു, മറ്റൊരു സംഘടന എന്ത് ചെയ്ത് രൂപീകരിക്കുകയുണ്ടായി. അവരുടെ പ്രമേയം എന്തായിരുന്നു, 31ഓളം അനാചാരങ്ങൾ ഖുർആൻ ഹദീസ് തെളിവില്ലാതെ എന്ത് ചെയ്തു, പൂർവികന്മാരെ വാപ്പാപ്പന്മാർ ചെയ്തു പോരും മൗലൂദ്, റാത്തീബ്, ഹദാദ്, കുത്തുബൈത്ത്, മരിച്ചവരുടെ സഹാഭ്യർത്ഥന, മരിച്ചവരുടെ ഇടയാളമാക്കുക, ഫാത്തിഹ, പ്രവാചകന്മാരോടും അതേപോലെ മഹാന്മാരോടൊക്കെ വിളിച്ചു തേടുക, രക്ഷ തേടുക, അവർക്ക് നേർച്ചകൾ അർപ്പിക്കുക തുടങ്ങി ധാരാളമായി അനാചാരങ്ങൾ എഴുതിക്കൊണ്ട് എന്ത് ചെയ്തു,
ഒരു പ്രമേയം പാസ്സാക്കിക്കൊണ്ടായിരുന്നു. ഖുർആനോ ഹദീസോ തെളിവൊന്നും ഇല്ലാതെ പണ്ഡിതന്മാർ ഇരുന്നുകൊണ്ടായിരുന്നു ആ സംഘടനക്ക് ഉള്ള പ്രമേയം എഴുതിയത്. അത് അവർ 6-ാം സമ്മേളനത്തിലും 50-ാം സമ്മേളനത്തിലും 70 സമ്മേളനത്തിലും എന്ത് ചെയ്തു, ആവർത്തിച്ച് തെളിവ് യാതൊരു എതിരുമില്ലാതെ പാസ്സാക്കിയെടുക്കുകയും ചെയ്തു. പണ്ഡിതന്മാർ മാത്രമായിരുന്നു വട്ടം വളഞ്ഞു കൂടിയിരുന്നായിരുന്നു ആ പ്രമേയം തുടങ്ങിയതും അത് പിന്താങ്ങിയതും അത് ഇപ്പോഴും നിലനിർത്തി പോരുന്നതും പണ്ഡിതന്മാരുടെ അംഗീകാരത്തോടു കൂടിയായിരുന്നു. കേരളത്തിലെ മുസ്ലിങ്ങൾ അനേകം വർഷമായി ചെയ്തു വരുന്നത് എന്ന് മാത്രമാണ് അവൻ തെളിവായി അതിന് എഴുതിയത്. പൂർവികനായ വാപ്പാപ്പന്മാർ ചെയ്തു പോകുന്നത് കേരളത്തിൽ മുസ്ലിമുകൾ അനേകന്മാർ ചെയ്തു വരുന്നത് ആയിരുന്നു എന്ത് ചെയ്തത്, തെളിവായിക്കൊണ്ട് അള്ളാഹു റസൂലോ അനുവദിച്ചു തന്നത് ഖുർആനും ഹദീസും അനുസരിച്ച് എന്ന് എന്ത് ചെയ്തിരുന്നില്ല, അവരുടെ പ്രമേയത്തിൽ എഴുതിയില്ല. മാത്രമല്ല അത് നമ്മൾ വെറുതെ പറയല്ല, അവരുടെ സുവനീറിൽ നമുക്ക് കാണാം. അതേപോലെ മാതൃഭൂമി പത്രത്തിൽ അവർ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അവർക്ക് നിഷേധിക്കാൻ സാധിക്കില്ല. ഇപ്പോഴുള്ള സമസ്തക്കാരൊക്കെ എന്ത് ചെയ്യുന്നു, അങ്ങനെയൊന്നും പ്രമേയമില്ല, കളവ് പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർ നിഷേധമായി വരുന്നുണ്ട്. പക്ഷേ അത് അവർക്കറിയില്ല. അത് പരിശോധിച്ച് നോക്കുക. തെളിവുകൾ എന്ത് ചെയ്യുന്നുണ്ട്, മാതൃഭൂമി പത്രത്തിൽ ഡേറ്റ് അടക്കം അവിടെ പോയി പരിശോധിച്ച് ആവുന്നതാണ്. അതേപോലെ അവരെ സുവനീറിൽ പരിശോധിക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് അത്തരം കാര്യങ്ങളൊക്കെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്നുള്ള ആ മുഖ്യമായ രേഖകൾ ഞാൻ പ്രസിദ്ധീകരിക്കാറുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രമേയത്തിൻ്റെ പിന്നാലെയാണ് സമസ്ത ഇപ്പോഴും നിലകൊള്ളുന്നത്. അപ്പോൾ അതിനായി പരിശുദ്ധ ഖുർആനോ ഹദീസുകളോ എന്ത് ചെയ്യുന്നു, ആൾ വളച്ച് തിരുമറി ചെയ്യുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. കാരണം അതിന് ഖുർആനോ ഹദീസോ തെളിവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, നമുക്ക് ചോദിക്കാനുള്ളത്, അള്ളാഹു റസൂലോ നമുക്ക് പഠിപ്പിച്ചു തന്നതാണല്ലോ ഇസ്ലാം എന്ന് പറയുന്നത്. അതിൽ പെടാത്ത കാര്യങ്ങൾ എന്താവുന്നു, ബിദഅത്താവുന്നു, ലാലത്താവുന്നു. നബി സാമ്പത്തെ ചോദിച്ച മാർഗത്തിൽ എന്ത് ചെയ്യില്ല, മരിച്ചുപോയ മഹാന്മാരോട് സഹായം ചോദിക്കാനോ വഫാത്തായ പ്രവാചകനോട് പാപം നേടുവാനോ അതേപോലെ തന്നെ മൗലിദ് കഴിക്കാനോ ജന്മദിനം കൊണ്ടാടാനോ അതേപോലെ തന്നെ നമസ്കാര ശേഷം കൈയുയർത്തി പ്രാർത്ഥിക്കുകയും ഇമാം പ്രാർത്ഥിക്കുകയും ആമീൻ പറയുവാനോ മരിച്ച വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്യാനോ മയ്യത്ത് കൊണ്ടുപോകുന്ന ദിക്ർ ചൊല്ലാനോ അതേപോലെ തന്നെ ഖബറിൽ വെച്ച് കഴിഞ്ഞിട്ടെങ്കിൽ സന്ദർഭം മറമാടിക്കൊണ്ട് തബാറക്ക് ഓതാനോ അങ്ങനെ കഴിഞ്ഞതിന് ശേഷം തൽഖീൻ ചൊല്ലിക്കൊടുക്കാനോ പിന്നീട് അവിടെ ഒരാൾ പ്രാർത്ഥിക്കും മറ്റുള്ള അമീൻ പറയുവാനോ പോലെ കാര്യങ്ങളൊന്നും നബി സാഹിബത്തെ വെച്ച് മാർഗത്തിൽ നമുക്കില്ല. എന്നാൽ എന്ത് വേണം, നമ്മൾ ഒറ്റക്ക് നമ്മൾ ദുആ ചെയ്യണം. മറിച്ച് മയ്യത്തിന് വേണ്ടി മഗ്ഫിറത്തും റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനു വേണ്ടിയാണ് മയ്യത്ത് നിസ്കരിക്കുന്നത്. മയ്യസ്കാരം എന്താവുന്നു, പ്രാർത്ഥനയാകുന്നു. ആ മയ്യത്ത് നിസ്കാരത്തിലൂടെ മുഅ്മിനായവരെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 40 ആൾ മയ്യത്ത് നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പാപങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു തരുമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മയ്യത്ത് ഖബറിൽ വെച്ച ഉടനെ തന്നെ നമ്മൾ തസ്ബീഹിനെ ചൊല്ലുന്നു. അല്ലാഹു ഹബ്ബിത്തുൻ്റെ സുആൽ, അത് ഒറ്റക്ക് ആണ് നമ്മൾ ഒരാൾ ചൊല്ലി കൊടുക്കുക, മറ്റൊരാൾ ചെല്ലാൻ സമ്പ്രദായമല്ല. അല്ലാഹു ഹബ്ബിത്തുൻ്റെ സുആൽ, ചോദ്യം ചെയ്യാൻ സമയം ദർശനം നൽകണമേ എന്നെന്ത് ചെയ്യുന്നു, നമ്മൾ ഉച്ചത്തിൽ എല്ലാവരും കൂടി ആവുമ്പോൾ ഒരാൾ ചൊല്ലിക്കൊടുക്കുക, മറ്റൊരു ചെല്ലാൻ സമ്പ്രദായം വേണ്ട. ഉച്ചത്തിലായാലും വേണ്ടിയില്ല, പതുക്കെയായാലും വേണ്ടിയില്ല, എന്ത് വേണം, ഒറ്റക്ക് നമ്മൾ ചൊല്ലണം. അല്ലാഹു ചോദ്യം സന്ദർഭം ദർശനം നൽകണമേ എന്നുള്ള മുഖ്യമായും നമ്മൾ ആ പ്രാർത്ഥനയുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഉത്തരം തോന്നിച്ചു കൊടുക്കണമേ, ഖബറിനെ വിശാലമാക്കി കൊടുക്കണമേ, മയ്യത്തിന് പുറത്തു കൊടുക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. ഒരു 30-35 മിനിറ്റോളം അവിടെ എന്ത് ചെയ്യുന്നു, മയ്യത്ത് മറവാടിക്കതിന് ശേഷം പ്രാർത്ഥിക്കൽ കേണ്ടതുണ്ട്. അത് പ്രാർത്ഥന വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൽ വന്നില്ല, സാഹിബന്മാരിലൂടെ വന്നിട്ടുള്ളതാണ് അത്. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം, അവിടെ തഹ്ലീലിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ കാര്യം എന്ത് ചെയ്യണം, അത് അനുവദനീയമാവുന്നു. അത് ഒരാൾ ചൊല്ലിക്കൊടുക്കുക, മറ്റൊരാൾ ചെല്ലാന്ന് സമ്പ്രദായമല്ല. ഒറ്റക്കൊറ്റ രഹസ്യമായോ പരസ്യമായോ മറ്റുള്ളവർക്ക് മനസ്സിലാകണം, പഠിക്കണം, അറിയണം എന്നുള്ള ആഗ്രഹം ഉണ്ട് എങ്കിൽ മറ്റുള്ളവർ കേട്ടോട്ടെ, അത് കുഴപ്പമില്ല. പഠിപ്പിക്കാൻ ആവശ്യാർത്ഥം നമുക്ക് ഉറക്കെ ചൊല്ലാമല്ലോ. കാര്യങ്ങളും അങ്ങനെ തന്നെയല്ലേ. സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിയന്മാരെ പഠിപ്പിക്കേണ്ട പല കാര്യങ്ങളും ചെയ്യാറുണ്ട്.
പതുക്കെ ചൊല്ലേണ്ട പല കാര്യങ്ങളും ഉറക്കി ചൊല്ലി പഠിപ്പിച്ചിട്ടുണ്ട്. പഠിപ്പ് മനസ്സിലായി പഠിഞ്ഞു കഴിഞ്ഞിരുന്നെങ്കിൽ പിന്നെ നമുക്ക് പതുക്കെ ചൊല്ലാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് വന്നു കിട്ടിയിട്ടുള്ളത്, അക്കാര്യങ്ങൾ നബീ സാഹിബ് ജീവിച്ച മാർഗ്ഗത്തിലുള്ളത് അതാണ് നബിച്ചറിയ. അതാണ് നാം ജീവിതത്തിൽ പ്രാപ്തമാക്കേണ്ടത്. അതാണ് മറ്റുള്ളവർ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അത് പെടാത്ത കാര്യങ്ങൾ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്താകുന്നു, ഷർറൂർ മതകാര്യം ഷെറാണോ ഷറായ കാര്യമാകുന്നു. ആ ഷറായ കാര്യങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ബിദ്അത്തിലൂടെയാണ് ശിർക്ക് എത്തിപ്പെടുന്നത്. മാത്രമല്ല ബിദ്അത്ത് നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടെങ്കിൽ ഫർളും സുന്നത്തുമായ അമലുകളും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞ കാര്യമാകുന്നു. നമ്മൾ അമലുകളൊന്നും അള്ളാഹു സ്വീകരിക്കില്ല. ഏതുവരെ ഉപേക്ഷിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് സ്വലാത്ത് ചെല്ലാതിരിക്കുക, ബിദ്അത്തുകൾ ചെയ്യുക, എന്നൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് എല്ലാം പ്രാർത്ഥിക്കുമ്പോൾ അപ്പോഴേ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അതുപോലെ ബിദ്അത്തുകൾ ശുദ്ധമായിരിക്കണം ആ കർമ്മങ്ങളൊക്കെ തന്നെ, അപ്പോഴേ അമൽ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. ബിദ്അത്ത് ഉപേക്ഷിക്കുന്നവരെ അള്ളാഹു എന്ത് ചെയ്യില്ല, ഫർളും സുന്നത്തും അമൽ സ്വീകരിക്കില്ല. മാത്രമല്ല നാളെ മരിച്ചു ചെല്ലുമ്പോൾ അത്തരത്തിൽ ബിദ്അത്തിലൂടെയാണ് ശിർക്കിലെത്തിപ്പെടുന്നത്. മരിച്ചുപോയ മഹാന്മാരുടെ സഹായ അഭ്യർത്ഥന, വഫാത്തായ പ്രവാചകങ്ങളുടെ പാപവും തേട്ടം, മരിച്ചവർക്ക് നേർച്ചകളൊക്കെ തന്നെ എന്താവുന്നു, ബിദ്അത്തുമാകുന്നു, ശിർക്കിലെത്തിപ്പെടുന്നു, ബിദ്അത്താവുന്നു. അത് കാരണം എന്താവുന്നു, ദുആഉൽ ഇബാദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ദുആ അത് ഇബാദത്താവുന്നു, ആരാധനയാവുന്നു, ആരാധന അള്ളാഹു ആവുന്നു. അതുകൊണ്ട് അള്ളാഹുവിനോട് ആയിരിക്കും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. വൈബിയായ സഹായഭ്യർത്ഥനയാകുന്നു ദുആ എന്ന് പറയുന്നത്. നമ്മൾ കണ്ടും കേട്ടും കൊണ്ടുള്ള പരസ്പര സഹായഭ്യർത്ഥന ദുആ എന്ന് പറയില്ല. അപ്പോൾ അത് പരസ്പര സഹായഭ്യർത്ഥന എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. വിശ്വാസം പഠിപ്പിച്ചു എന്നുള്ളൂ. അത് പുണ്യകരമായ കാര്യങ്ങളിൽ പരസ്പരം സഹായം നമുക്ക് ചോദിക്കാം, കുറ്റകരമായ കാര്യങ്ങൾ സഹായം ചോദിക്കാനും പാടുമില്ല. അക്കാര്യം സ്വഭാവം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സഹാബിമാർ പരസ്പരം സഹായിച്ചിരുന്നു, സഹായം ചോദിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പരസ്പരം സഹായം ചോദിക്കുകയും ചെയ്തിരുന്നു. അതൊക്കെ നമുക്ക് അനുവദനീയമാണ്. ഈ ചുരുക്കുന്ന ഒരു പരസ്പരമുള്ള സഹായഭ്യർത്ഥനകൾ അത് പ്രാർത്ഥനപ്പെടുകയില്ല. എന്നാൽ വൈബിയ സഹായഭ്യർത്ഥന മലക്കുകൾ നമ്മൾ കാണുന്നില്ല, വൈബാണ്. ജിന്നുകൾ നമ്മൾ കാണുന്നില്ല, വൈബാണ്. അതേപോലെ തന്നെ മരിച്ചുപോയ മഹാന്മാർ നമ്മൾ കാണുന്നില്ല, വൈബാണ്. ആ വൈബിയ സഹായഭ്യർത്ഥന ദുആഉൽ ഇബാദ, അതാണ് ദുആ, അത് ഇബാദത്താകുന്നു. അത് ആരുടെ പാടുള്ളൂ, ആരാധന അള്ളാഹു ആകുന്നു. അതുകൊണ്ട് അള്ളാഹുവിന് മാത്രമേ നമ്മൾ വൈബിയെ സഹായപ്പെടുത്തുന്ന ദുആ പ്രാർത്ഥന നടത്താവൂ. കാരണം അള്ളാഹു വഴിയുള്ളവർ നടത്തി കഴിഞ്ഞാൽ അതെന്താവുന്നു, ആരാധന അള്ളാഹു വഴിയുള്ള അർപ്പിക്കൽ ആയി പോകും. അപ്പോൾ ശിർക്കിലെത്തിപ്പെടും. ആരാധന അള്ളാഹുവിന് അർപ്പിക്കുക, അതാണ് തൗഹീദ്. അതിൽപ്പെട്ട എന്തെങ്കിലും ഒന്ന് ശിർക്ക് അർപ്പിച്ചാൽ ശിർക്ക് വരും. അതുകൊണ്ടാണ് ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ നമ്മൾ ആവർത്തിച്ച് ഖുർആനിൽ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാത്തിഹയിൽ നിന്നെ മാത്രം ആരാധിക്കുകയും നിന്നോട് മാത്രം സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. എന്ത് ആരാധനയിൽപ്പെട്ട സഹായഭ്യർത്ഥന, ഇയ്യാക നഅ്ബുദു നിന്നെ മാത്രം ആരാധിക്കുകയും വാവ് ചേർത്തുകൊണ്ടാണ് ഇയ്യാക നസ്തഈൻ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആരാധനയിൽപ്പെട്ട സഹായഭ്യർത്ഥന ഉണ്ട്, അത് അള്ളാഹുവിനോട് മാത്രം. ആരാധനയിൽപ്പെടാത്ത സഹായഭ്യർത്ഥന അത് ഏതാവുന്നു, അത് പരസ്പരം നമുക്ക് ആവാം. അതാണ് നമ്മുടെ പ്രതിജ്ഞ. അപ്പോൾ ആ പ്രതിജ്ഞ എന്ത് ചെയ്യണം, നമ്മൾ കാത്തു സൂക്ഷിക്കണം. ബദീങ്ങളെ രക്ഷിക്കണേ, മുതിശേഖാക്കണേ, മുത്തുബിരിയും പാപം കൊടുത്തേണേ എന്ന് പറയുമ്പോൾ മുത്തിനെയും ബദീങ്ങളെയൊന്നും നമ്മൾ നീ കാണുന്നില്ല. അത് വൈബാണ്, വൈബിയാണ്, സാഹചര്യത്തിന്. അതെന്താവുന്നു, അത് പ്രാർത്ഥനയാകുന്നു, പ്രാർത്ഥന ആരാധനയാകുന്നു. ആരാധനക്കാരൻ അള്ളാഹു ആയിരിക്കെ മുത്തുനബിയോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ, മുത്തുനബിയോട് പാപം മോചനം തേടിയാൽ എന്ത് ചെയ്യുന്നു, അത് ബിദ്അത്തുമാകുന്നു, ശിർക്കിലെത്തിപ്പെടുന്ന ബിദ്അത്താവുന്നു. ഷർറൂർ അതാണ് ഷറായ കാര്യങ്ങളാവുന്നു. അതോടുകൂടി എന്ത് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങളാണ് അതൊക്കെ. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പരസ്പരം നമ്മൾ സഹോദരങ്ങളോട് ഉപദേശിച്ചു കൊടുക്കേണ്ടത്. നബി സാഹിബത്തെ ഉപയോഗിച്ച മാർഗമാണ് സ്വർഗത്തിലേക്കുള്ള മാർഗമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട കാര്യമായിരിക്കും നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതിൽ പെടാത്ത കാര്യങ്ങൾ എന്ത് ചെയ്തുകൂടാ, നമുക്ക് പ്രവർത്തിച്ചുകൂടാ. അതാണ് അള്ളാഹു തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ വിശ്വാസികളെ ലാ തുഖദ്ദിമൂ നിങ്ങൾ മുൻകടന്നൊന്നും പ്രവർത്തിക്കരുത് ബൈനയദൈ റസൂലിഹി അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെയും കൽപ്പനയ്ക്ക് മുമ്പിൽ നിങ്ങൾ മുൻകടന്നും പ്രവർത്തിക്കാൻ പാടില്ല. മറിച്ച് അമ്മാന്മാരോട് സഹായം ചോദിക്കാനോ വഫാത്തായ പ്രവാചകന്മാരുടെ പാപം നേടുവാനോ ആര് പഠിപ്പിച്ചെന്നില്ല, അള്ളാഹു പഠിപ്പിച്ചിരുന്നില്ല, അള്ളാഹുവിൻ്റെ റസൂലും പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ശരിയിൽ അതില്ല തന്നെ. പിന്നീട് എങ്ങനെയാണ് അതൊക്കെ ജായിസാണ് എന്ന് സമസ്തക്കാർ പ്രമേയം ഇറക്കിയിട്ടുള്ളത്?
അത് അതാവുന്നു പൂർവികന്മാരെ അപ്പം ചെയ്തു പോകുന്നു എന്നുള്ളതാണ് മാത്രമാണ് തെളിവ്. അതെന്തല്ല നമുക്ക് ദൈവമല്ല, പൂർവികന്മാരെ അപ്പം ചെയ്തു പോകുന്നു എന്തല്ല വിജയത്തിന് മാർഗമായി അള്ളാഹ് റസൂൽ നമുക്ക് പഠിപ്പിച്ചെന്നില്ല. നബി സാഹിബത്തെ വെച്ച് മാർഗമാണ് നമുക്ക് വിജയത്തിന് മാർഗമായി നബി സ്വലാഹി പഠിപ്പിച്ചെന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്താവുന്നു, എല്ലാവർക്കും തെറ്റുകുറ്റങ്ങളും പറ്റും. വാപ്പപ്പന്മാർക്കും പണ്ഡിതന്മാർക്കൊക്കെ തെറ്റുപറ്റും. ജിതിഹീങ്ങളായി ഇമാമിയമ്മക്ക് വരെ തെറ്റുപറ്റും. അവർ ജിഹാദ് ചെയ്ത് ശരിയാവത്തം കണ്ടെത്തിയാൽ അവർക്ക് 2 പ്രതികളുണ്ട്. തെറ്റായാലും ഇന്ത്യൻ്റെ ജിഹാദിന് അവർക്കൊരു കൂലി കിട്ടുന്നുണ്ട്. അപ്പം എന്തുകൊണ്ട് പണ്ഡിത പൗരന്മാരെ നമുക്ക് പിൻപറ്റാൻ പാടുള്ളതല്ല. കാരണം അവർക്ക് തെറ്റുകുറ്റങ്ങൾ പറ്റും. വാപ്പപ്പം തെറ്റുപറ്റപ്പോഴും കേരളത്തിൽ മുസ്ലിങ്ങൾ അനേകമായി ചെയ്തു വന്നത് അവർക്കൊക്കെ തെറ്റുകുറ്റങ്ങൾ പറ്റും. അതാരും ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, നബി സാഹിബത്തെ ചോദിച്ച മാർഗം അത് പിൻപറ്റി ജീവിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് വിജയത്തിന് മാർഗമായി ഉപദേശിച്ചു തന്നിട്ടുള്ളത്. അപ്പം അവിടെ നമ്മൾ നിൽക്കണം. അതാണ് ഷഹാദ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധകനായി അല്ലാഹുവില്ല മറ്റൊരു ഇലാഹുമില്ല. അല്ലാഹുവില്ലാതെ ആരാധകനായി മറ്റൊരു ഇലാഹുമില്ല. അള്ളാഹുവിനെ അല്ലാതെ അതുകൊണ്ട് ആരാധിച്ചുകൂടാ. ആരാധന മുഴുവനും അള്ളാഹുവിന് അർപ്പിക്കുക എന്ന് സമർപ്പിക്കുക എന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വം. തൗഹീദ് അടിത്തറ. പിന്നീട് എന്ത് ചെയ്യുന്നു, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ പ്രവാചകനാവുന്നു, റസൂലാവുന്നു എന്ന് പറയും. നമ്മൾ എന്ത് ചെയ്യുന്നു, ഷഹാദത്ത് പ്രതിജ്ഞ ചെയ്യണം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അള്ളാഹുവിനെ ആരാധിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തരാനായി അള്ളാഹു തആല നിയോഗിച്ചെന്ന പ്രവാചകനാവുന്നു. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്തൊക്കെയാണോ അത് ജീവിതത്തിൽ മാക്കി അത് പഠിപ്പിച്ചു കൊടുക്കുവാൻ ഞാനിത് പ്രതിജ്ഞ ചെയ്യുന്നു. നമ്മൾ പഠിച്ചാൽ മാത്രം പോലെ പഠിപ്പിച്ചു കൊടുക്കും വേണം. നന്മകൾ കൽപ്പിക്കണം, തിന്മകൾ വിരോധിക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയിൽ പെട്ട കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അത് പാർത്യമായി കാണിച്ചു കൊടുക്കുക. പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അത് വിരോധിക്കുക. അത് ചെയ്യരുത് എന്ന് പറയുക, അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ എന്ത് ചെയ്യാനായി നമ്മൾ എന്ത് ചെയ്യാൻ പ്രതിജ്ഞ ചെയ്യുന്നു. അപ്പോൾ ആ പ്രതിജ്ഞ നമ്മൾ എന്ത് ചെയ്യാൻ നിറവേറ്റണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ അർത്ഥവും വായിച്ച് പഠിക്കണം. തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളും പഠിച്ചറിയണം. എങ്കിൽ മാത്രമേ നമുക്ക് നന്മ കൽപ്പിക്കുവാനും തിന്മ എഴുതുവാനും അതേപോലെ നന്മ ജീവിതത്തിൽ പാത്രമാക്കാനും തിന്മ വിട്ടു നിൽക്കുവാനുമുള്ള ബോധം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നല്ലത് എന്ന് നമുക്ക് തോന്നുന്നത്, അല്ലെ പൂർവ്വീകരണം അപ്പന്മാർ ചെയ്തു പോകാൻ നല്ലത് എന്ന് നമ്മളെന്ത് ഇതുകൂടാ ഊഹിച്ചുകൂടാ. നമുക്കങ്ങനെ ആ ഊഹത്തിന് പിന്നാലെ പോയി കഴിഞ്ഞാൽ നമ്മൾ വഴിച്ചു പോകും. പൂർവ്വീകന്മാരെ അപ്പന്മാർ ചെയ്തു പോകുന്നത് കേരളത്തിൽ മുസ്ലിങ്ങൾ കേരളത്തിൽ മുസ്ലിമുകൾ അനേകം വർഷമായി ചെയ്തു പോകുന്നത് എന്നൊന്നും പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ എന്ത് ചെയ്യില്ല, നമുക്ക് രക്ഷ കിട്ടൂല. നബി സാഹിബത്തെ ചോദിച്ച മാർഗത്തിലുണ്ടോ? നബി സാഹിബത്തെ ചോദിച്ച വ്യക്തമായ സ്വഹീഹ ഹദീസിലൂടെ തെളിയിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ. അല്ലാത്ത കാര്യങ്ങളൊക്കെ ഷറൽ ഉമൂർ നല്ലത് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്താവുന്നു, ഷറൽ ഉമൂർ നടക്കാൻ ഷറായ കാര്യങ്ങളാകുന്നു. കുല്ലു ഇബാദത്തുൻ ലാ തഅബ്ബദഹാ അസ്ഹാബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബന്മാർ അനുഷ്ഠിക്കാത്ത, അതായത് ഇജ്മാ ഇല്ലാത്തൊരു കാര്യം നമുക്ക് ചെയ്തുകൂടാ. അത് ഇജ്മാ ഇല്ലാത്ത കാര്യമാവുന്നു എന്ത് മൗലൂദ്, റാത്തിബ്, ഹദ്ദാദ്, കുത്തുവെയ്ത്തുകൾ ഒക്കെ തന്നെ ഇജ്മാ ഇല്ലാത്ത കാര്യം. മരിച്ചുപോയവരുടെ സാഹിബ്യത്തിന് അഫാദ വാചകനുള്ള പാപമുന്തേട്ടങ്ങൾ ഒന്നിലും ഇന്ന് ഇജ്മാ ഇല്ല. സ്വലാത്ത് നഗറിലേക്ക് ഉള്ള എന്ത് ചെയ്യുക, സമ്മേളിപ്പിച്ചു അവിടെ വെച്ചൊരു സ്വലാത്തും ഇല്ല. നമ്മൾ വിട്ടുവെച്ചിട്ട് നമ്മൾ ഒറ്റക്കൊറ്റ സ്വലാത്ത് ചൊല്ലിയേ മതി. ദിക്ർ അതേപോലെ തന്നെ ദിക്ർ സദസ്സിലേക്ക് പോകേണ്ടതില്ല. നമ്മുടെ സദസ്സ് നമുക്ക് ഒറ്റക്കൊറ്റക്ക് ദിക്ർ ചൊല്ലിയാൽ മതി. ഇതിലൊന്നും ഇജ്മാ ഇല്ല. ഏതോ ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ ആ കാര്യങ്ങളിലൊന്നും ഇജ്മാ ഇല്ല എന്ന് ചുരുക്കത്തിൽ മൊത്തത്തിൽ മനസ്സിലാക്കുക. ഖുർആനും ഹദീസും പഠിച്ചറിഞ്ഞുകൊണ്ട് ഏതാണ് തെറ്റ് ഏതാണ് ശരി എന്ന് എല്ലാവർക്കും എളുപ്പത്തിൽ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾക്ക് എളുപ്പ മാർഗം എന്താണ്, ഇജ്മാ ഉള്ള കാര്യങ്ങൾ ഏതൊക്കെയാണോ അത് മാത്രം നമ്മൾ സ്വീകരിക്കുക. നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഇജ്മാ ആണ്. 5 വക്ത് നമസ്കാരം എല്ലാവരും അംഗീകരിക്കുന്നു. അതിൽ അഭിപ്രായ വ്യത്യാസം ആർക്കും ഇല്ലല്ലോ. 5 വക്ത് നമസ്കാരം എന്നപോലെ തന്നെ രാത്രി നമസ്കാരങ്ങൾ ഉറക്കെ ഓതുന്നു. മഗ്രിബ്, ഇശാ, സുബ്ഹി അതെല്ലാവരും ഉറക്കെ ഓതുന്നു. സുന്നികളും മുജാഹിദീങ്ങളും ഒക്കെ തന്നെ ഉറക്കെ തന്നെ പാരായണം ചെയ്യുന്നു. എന്നാൽ പകൽ നമസ്കാരമായ ളുഹറും അസ്റും പതുക്കെ ഓതുന്നു. അത് എല്ലാവരും അഭിപ്രായ വ്യത്യാസമാണ്, ഇജ്മാ ആണ്. അപ്പം ഇങ്ങനെയുള്ള ഇജ്മായുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെ എന്ത് ചെയ്യുക, അത് നമ്മൾ സ്വീകരിക്കുക. ഇജ്മാ ഇല്ല എന്നാൽ നമസ്കാര ശേഷം സമസ്തക്കാരൻ പള്ളിയിൽ എന്ത് ചെയ്യുന്നു, ഇമാമ് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നു, ആമീൻ പറഞ്ഞു, അതിൽ ഇജ്മാ ഇല്ല. അതെന്ത് ചെയ്യുന്നു,
മുജാഹിദീങ്ങൾ എതിർക്കുന്നു. ഇജ്മാ ഇല്ലാത്ത കാര്യമാവുന്നു. മരിച്ചുപോയ മഹാന്മാരോട് സഹായം ചോദിക്കുന്ന വിഷയത്തിൽ ഇജ്മാ ഇല്ല, മുജാഹിദീങ്ങൾ എതിർക്കുന്നു. ഇജ്മാ ഇല്ല, അത് നമ്മളിന്ന് വിട്ടു നിൽക്കുക. ഇജ്മാ പഠിയുന്നത് വരെ നമ്മൾ വിട്ടു നിൽക്കുക. നമ്മൾ തെളിവുകളുണ്ടോ, അതിലും റസൂലും പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ, ആ ഇജ്മാ ഉണ്ടോ എങ്കിലും അത് സ്വീകരിക്കുക. എന്നുപോലെ ജന്മദിനം കൊണ്ടാടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ടാടുന്ന വിഷയത്തിൽ എന്താവുന്നു, ഇജ്മാ ഇല്ല. കാരണം നബി സ്വാമി ചോദിച്ചു മാർഗദത്തിയില്ല, അതുകൊണ്ട് അത് വിട്ടു നിൽക്കുക. സ്വർഗത്തിൽ കിടക്കാൻ ആവശ്യമായ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാതെ വിട്ട് കളഞ്ഞിട്ടില്ല. അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ ആവശ്യമായ ഒരു കാര്യം എന്ത് ചെയ്തില്ല, ഞാൻ വിട്ട് കളഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വഫാത്താക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനും ഞാൻ പൂർത്തിയാക്കി തന്നു. അല്ലയോ അക്മൽതു ദീനക്കും, എൻ്റെ ദിവസം നിങ്ങൾ ദീനെ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ആ പൂർത്തിയാക്കി തന്ന ദീനിൽ എന്തില്ല, മരിച്ചുപോയ മഹാന്മാരുടെ സഹായമോ അപ്പെടുത്തുവാനോ, ഫാത്തഹ പ്രവാചകനോ പാമ്പും തേടുവാനോ, മരിച്ചവർ നേർച്ച കളിപ്പിക്കണോ, ചാരങ്ങളിൽ പോയി സങ്കടം പറയുവാനോ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരിപ്പിച്ചിരാത്ത കാര്യമാവുന്നു. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളാണ് അതൊക്കെ. അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ അതിന് വ്യക്തമായ തെളിവ് നമുക്ക് കിട്ടുന്നവരെ നമ്മൾ നിർത്തിവെക്കുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വ്യക്തമാക്കി തന്നത്. അൽ ഹലാൽ ബയ്യിനും ഹറാം ബയ്യിനും, ഹറാം വ്യക്തമാക്കി തന്നത്, ഹലാൽ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അതിനിടയിൽ എന്തുണ്ട്, സംശയാസ്പദ കാര്യങ്ങളുണ്ട്. ആ സംശയാസ്പദ കാര്യങ്ങൾ എന്ത് ചെയ്യരുത്, പ്രവർത്തിക്കരുത്. അത് വ്യക്തമായി സംശയം തീർന്ന് വ്യക്തമായി വിശ്വാസം ശരീരപ്പെട്ടതാണ്, അതിൽ ഇജ്മാ ഉണ്ട് എന്ന് വ്യക്തമാകുന്നത് വരെ നമ്മൾ മാറ്റിവെക്കണം എന്നാണ് വിശ്വാസം കൽപ്പിച്ചത്. ഇല്ലാതെ നമ്മൾ സംശയാസ്പദമായി ചെയ്തു പോയാൽ ഹറാം ചെയ്തു പോയി, ഹറാമിൽ വീണുപോയി എന്നാണ് വിശ്വാസം പഠിപ്പിച്ചെന്നുള്ളത്. അതുകൊണ്ട് ഇസ്ലാംഫുൽ ജബൽ, നമ്മൾ കഴിഞ്ഞാണ്ട് ഒട്ടകത്തെ പോലെ എന്തായിരിക്കണം, നമ്മൾ നബി സാഹിബ് നിയോഗിച്ച മാർഗത്തിൽ ഉറച്ചു നിൽക്കണം. ഒട്ടകത്തിന് ആ കഴിഞ്ഞാണം പൊട്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സാധിക്കുകയില്ലല്ലോ. എന്നെ പോലെ നബി സാഹിബ് നിയോഗിച്ച് ഏകോപിച്ച മാർഗത്തിലുണ്ടോ, അതാണ് ഇജ്മാ, അതാണ് സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് ഇജ്മാ ഇല്ലാത്ത കാര്യങ്ങൾ, സംശയാസ്പദ കാര്യങ്ങൾ മുജാഹിദീങ്ങളാകട്ടെ എന്ത് ചെയ്യുന്നു, അത്തരം കാര്യങ്ങൾ അത് ബിദ്അത്താണ് എന്ന് എന്ത് ചെയ്യുന്നു, ചെയ്യരുത്. ബിദ്അത്താണ്, അമലൊന്നും സ്വീകരിക്കില്ല, ബിദ്അത്തുകളിലൂടെ ശിർക്കിലെത്തിപ്പെടുന്നത് എന്ന് എന്ത് ചെയ്യുന്നു, ഇടയ്ക്കിടെ എന്ത് ചെയ്യുന്നു, അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസ കാര്യങ്ങൾ എന്ത് ചെയ്യുക, വിട്ടു നിൽക്കുക. നബി സാഹിബ് നിയോഗിച്ച മാർഗത്തിൽ ഇല്ല, അതുകൊണ്ടാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുക. അതെന്താവും, നമ്മൾ വിജയത്തിൻ്റെ മാർഗമാവുന്നു. അതാണ് അല്ലാഹു തആല നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. യാ അയ്യുഹല്ലദീനാമനൂ, സത്യവിശ്വാസികളെ, ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ്, അള്ളാഹുവിനും പ്രവാചകനും മുൻകടന്നും പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞാൽ അതാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മുൻകടന്ന് ഒന്നും പ്രവർത്തിക്കരുത്. എപ്രകാരമാണോ കൽപ്പിക്കപ്പെട്ട അപ്രകാരം അമ്മ അത്താക്ക് റസൂൽ ഫഖ്ദുൽ കൊണ്ടുവന്ന് അത് സ്വീകരിക്കുക. മനഹാകൻ ബന്ധു വിരോചിച്ചിന് വിട്ടു നിൽക്കുക. സൊല്ലും കമാർ ആയി മുസ്ലി, ഞാനിങ്ങനെ നമസ്കരിച്ച് കാണിച്ചു അപ്രകാരം നമസ്കരിക്കുക. നമസ്കാരം മുതൽ പ്രകാരം ഒതു ചെയ്യാൻ പഠിപ്പിച്ചെന്ന് അപ്രകാരം ഒതു ചെയ്ത് ഇപ്രകാരമാണ് നമസ്കാരത്തിൽ നിൽക്കാൻ വേണ്ടി പഠിപ്പിച്ചിരുന്നു. അപ്രകാരം നമസ്കാരത്തിൽ നിന്ന് ഇപ്രകാരമാണ് നമസ്കാരം പൂർത്തിയാക്കി പഠിപ്പിച്ചിരുന്നു. അപ്രകാരം നമസ്കാരം മുതൽ ഹുദു മനാസിക് മിന്നി, ഹജ്ജ് കർമ്മങ്ങളാണ് അവസാനം പഠിപ്പിച്ചത്. ഹജ്ജ് കർമ്മങ്ങൾ എന്ന് സ്വീകരിക്കുക. നമസ്കാരം ഹജ്ജ് വരെയുള്ള കർമ്മങ്ങൾ ശരീരയിൽപ്പെട്ടത് അത് ഇജ്മാവോടുകൂടി ഞാൻ പഠിച്ചറിയുക. അതെന്ത് ചെയ്യുന്നു, അത് ജീവിതത്തിൽ പ്രാപ്തമാക്കുക, അത് മറ്റു പഠിപ്പിച്ചു പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖുമാകട്ടെ. ഇജ്മായിൽ പെടാത്ത കാര്യങ്ങൾ, സംശയാസ്പദ കാര്യങ്ങൾ ഒക്കെ തന്നെ അത് വ്യക്തമാവുന്നത് വരെ മാറ്റി നിർത്തുക. ബിദ്അത്തുകളിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹു തആല ഒപ്പിക്കപ്പെട്ട വിഭാഗത്തിൽ ആയിപ്പോവും. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതോടുകൂടി ശിർക്കിൽ എത്തിപ്പെടുവാൻ ഏറ്റവും എളുപ്പമായ മാർഗമാണ് അത് ബിദ്അത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എല്ലാം ബിദ്അത്തുകളും ശിർക്കിലെത്തിപ്പെടുന്നത് നമുക്ക് പറഞ്ഞുകൂടാ. നമസ്കാര ശേഷം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കരുതുക. അള്ളാഹുയേ എന്ന് പറഞ്ഞാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എന്താവുന്നു, ശിർക്കിലെത്തിപ്പെടുത്ത ബിദ്അത്ത് നമുക്ക് പറഞ്ഞുകൂടാ. പക്ഷേ ശരിയില്ലാത്തത് കൊണ്ട് ബിദ്അത്താവുന്നു. ഇതുപോലെ മരിച്ച വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് അത് നമുക്ക് ശിർക്കിലെത്തിപ്പെട്ടത് ബിദ്അത്താൻ പറഞ്ഞുകൂടാ. ബിദ്അത്താണ്, നബി പഠിപ്പിച്ചു തന്നിട്ടില്ല. മഗ്ഫിറത്തും റഹ്മത്തിനും വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് പഠിപ്പിച്ചു തന്നുള്ളത്. അതുപോലെ മയ്യത്ത് കൊണ്ടുപോകുന്നത് ഇലാഹു ചൊല്ലുന്നത് അത് ബിദ്അത്ത് നമുക്ക് എന്ന് പറയാം. പക്ഷേ ആവശ്യം ശരിയില്ലാത്തതുകൊണ്ട് വിദാത്താവുന്നു. പക്ഷേ ശിർക്ക് എത്തിപ്പെടുന്ന വിദാത്ത് നമുക്ക് പറഞ്ഞുകൂടാ. എന്നാൽ എന്ത് ചെയ്യുന്നു, ബലിങ്ങൾ രക്ഷിക്കണേ, മുതിച്ചേക്കെ കാക്കണേ, മുസ്ലിബിയെ പാപമൂർത്തേനെ, ഓരോ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, വിദാത്തുമാണ്. ശിർക്ക് എത്തിപ്പെടുന്ന വിദാത്താവുന്നു.
അതുകൊണ്ട് വിദാത്ത് എന്തുണ്ട്? ഷിർക്കിൽ എത്തിപ്പെടുന്ന വിദാത്തുമുണ്ട്, ഷിർക്കിൽ എത്തിപ്പെടാത്ത വിദാത്തുണ്ട്. രണ്ടും എന്താവുന്നു? ഷർറുൽ മൂർ, അത് കാര്യം ഷർറാണ്. കാരണം ഷിർക്കിൽ എത്തിപ്പെടുന്നത് വിദാത്തുകളിലൂടെയാണ് ഷിർക്കിൽ എത്തിപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ശരീരത്തിൽ ജീവിതത്തിൽ ബാക്കിയാക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് അങ്ങനെയാണ് ഷിർക്കിൽ എത്തിപ്പെടുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുളയിൽ നിന്ന് തന്നെ നുള്ളിയത്. ഷർറൽ മൂര് മഹദാദുവ, അത് കാര്യങ്ങൾ ഷർറായത് പുതിയ നിർമ്മിച്ചുണ്ടാക്കിയതാവുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗങ്ങൾ തുടങ്ങിയിരുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിലേക്ക് പ്രത്യേകം ശ്രദ്ധ നമുക്ക് വേണം. ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യണം? നാം പഠിക്കണം, മനസ്സിലോട്ട് പഠിപ്പിച്ചു കൊടുക്കണം. ജനങ്ങൾ എന്ത് ചെയ്യട്ടെ? സ്വീകരിക്കട്ടെ, സ്വീകരിക്കാതിരിക്കട്ടെ, പഠിപ്പിച്ചു കൊടുക്കുക, പറയുക എന്നുള്ളത് നമ്മുടെ കടമയാകുന്നു. അല്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടവരിൽ ആയിപ്പോവും, സ്വർഗം നഷ്ടപ്പെട്ടവരായിപ്പോവും. അതുകൊണ്ട് സത്യം സത്യമായി പഠിച്ചറിയുകയും അത് ജീവിതത്തിൽ പാത്തിയുമാക്കിയും അത് മറ്റോട് പഠിപ്പിച്ചു കൊടുക്കുവാൻ അല്ലാഹു തൗഫീഖ് മാറട്ടെ. അതിനായി വിശുദ്ധ ഖുർആൻ അർത്ഥത്തോട് പഠിച്ചറിയാം. തൗഹീദ് 3 വിധമുണ്ട്. ഒന്ന് ഉലൂഹിയാണ്. ആ ഉലൂഹിയ കൊണ്ടായിരുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങിയത്. പിന്നെ പരിശുദ്ധ ഖുർആൻ ഓതി കൽപ്പിച്ചുകൊണ്ട് തൗഹീദ് റുബൂബിയ്യ പഠിപ്പിച്ചു കൊടുത്തു. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ഓതി കൽപ്പിച്ചുകൊണ്ട് അസ്മാ സിഫാത്ത് പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് തൗഹീദ് റുബൂബിയ്യയും തൗഹീദ് അസ്മാ സിഫാത്തൊക്കെ പഠിയുള്ളൂ. അപ്പം അതുകൊണ്ട് ഖുർആൻ ഹദീസും പഠിച്ചറിയേണ്ട പ്രാധാന്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇരുട്ടായ പ്രദേശത്തോടുകൂടി നമ്മൾ നടക്കുമ്പോൾ വെളിച്ചം വേണം. ആ വെളിച്ചമാണ് പരിശുദ്ധ ഖുർആനിലൂടെ ഹദീസിലൂടെ നമുക്ക് കിട്ടുന്നത്. ആ വെളിച്ചത്തോടു കൂടി ജീവിക്കുവാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് മാറട്ടെ. ഖുർആൻ എന്ന് പഠിച്ചറിഞ്ഞുകൊണ്ട് അത് മറ്റൊരു പഠിപ്പിച്ചിട്ടും അതുമായി ജീവിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് മാറട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. السلام عليكم ورحمة الله. اللهم إنا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم، ونعوذ بك من شر ما استعاذ من نبيك محمد صلى الله عليه وسلم. أنت المستعان ولك البلاغ، لا حول ولا قوة إلا بالله. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم إنا نسألك اللهم إنا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم، ونعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم. اللهم إنا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم، ونعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم. أنت المستعان لا حول ولا قوة إلا بالله. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.